act by act. Act 1, this happens in the morning room in Algernon's flat in Half Moon Street. The room is luxuriously and artistically furnished. The sound of a piano is heard in the adjoining room. ഓക്കെ, അപ്പം എവിടെയാണ്? അൽഗർണോൺസ് ഫ്ലാറ്റിലാണ്, ഇൻ ഹാഫ് മൂൺ സ്ട്രീറ്റ്. ഓക്കെ, അവിടെ ഒരു പിയാനോ, ഒരു മോശമായ രീതിയിൽ പിയാനോയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അൽഗർണൻ ഹു ഈസ് പ്ലേയിങ് ദിസ് പിയാനോ. അൽഗർണൻ ഈസ് പ്ലേയിങ് പിയാനോ. ഇനിയിപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്താണ് ഓപ്പണിങ്ങിൽ എന്തായിരുന്നു പ്ലേ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രമ്മാണോ പിയാനോ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അൽഗർണൻ ഈസ് പ്ലേയിങ് a piano and Algernon's discussion with his butler Lane ആയിട്ട് കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഹി ഓർഡേഴ്സ് കുക്കുംബർ സാൻഡ്വിച്ചസ് ഫോർ ഹിസ് ഓണ്ട് ലേഡി ബ്രാക്നൽ. ഓക്കെ, ഓണ്ട് അഗസ്റ്റ എന്നാണ് അൽഗർണൻ വിളിക്കുന്നത്. ഹു അലോങ് വിത്ത് ഹർ ഡോട്ടർ ഗ്വെൻഡലൻ അറൈവ്സ് ഷോർട്ട്ലി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ സെർവൻസ് സ്റ്റീൽ ആൻഡ് ഡ്രിങ്ക് ഷാമ്പയിൻ എ ലോട്ട്. ഈ ഭയങ്കര എന്താ പറയുക, വലിയ ഒരു ഇത്രയും വലിയൊരു സെറ്റപ്പുള്ള ഒരു വീട്ടിലെ എങ്ങനെയാണ് ഇങ്ങനെ ഷാമ്പയിൻ ഒക്കെ ഈ സെർവൻസ് ഒക്കെ സ്റ്റീൽ ചെയ്ത് കുടിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അൽഗർണോൺ ചോദിക്കുകയാണ്. ഹി ഡസൻ ബോദർ അബൌട്ട് ദാറ്റ് ബട്ട് ഹി ആസ്ക്സ് വൈ ദിസ് ഹാപ്പൻസ്. അപ്പോൾ അതിൽ ലെയ്ൻ പറയുന്നുണ്ട് എന്താണ്, ദാറ്റ് ഈസ് മാരേജ് ഈസ് this slips into a discussion of the philosophy of marriage, and Lane says marriage is a misunderstanding between myself and a young person, means his experience. Okay, അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പറയുന്നത് എന്താണ്, മാരേജ് ഈസ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ മൈസെൽഫ് ആൻഡ് എ യങ് പേഴ്സൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് ലെയ്ൻസ് ഫിലോസഫി. അപ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊട്ടേഷൻസ് ആണ്. ഓക്കെ, സോ അപ്പോൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, അൽഗർണൻ ഈസ് എക്സ്പെക്റ്റിംഗ് ലേഡി ബ്രാക്നൽ ആൻഡ് ഗ്വെൻഡോളൻ. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുക്കുംബർ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ പിന്നെ നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരാ വരുന്നത്, ജാക്ക് AKA ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഏർണസ്റ്റ് വർത്തിങ് അറൈവ്സ് അൺഎക്സ്പെക്റ്റഡ്ലി. എന്തിനാണ് അവിടെ പെട്ടെന്ന് അറിയാതെ വരികയാണ്. ഇൻഫോംസ് ഹി കെയിം ടു പ്രപ്പോസ് ഗ്വെൻഡോളൻ. ദെൻ അൽഗർണോൺ ഫോർബിഡ്സ് ജാക്ക് ടു ഈറ്റ് കുക്കുംബർ സാൻഡ്വിച്ചസ്, കാരണം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആസ് ഇറ്റ് ഈസ് ഓർഡേർഡ് ഫോർ ഹിസ് ആൻഡ് ബട്ട് ഈറ്റ്സ് ഹിംസെൽഫ്. ഓക്കെ, ജാക്ക് ഈറ്റ്സ് ബ്രെഡ് ആൻഡ് ബട്ടർ. കാരണം അൽഗർണോൺ സമ്മതിക്കുന്നില്ല, എന്ത് ഈ കുക്കുംബർ സാൻഡ്വിച്ച് ഒന്നും കഴിക്കണ്ട, അത് നിനക്ക് പറ്റിയ സംഭവമല്ല, അത് എൻ്റെ ആണ്ടിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അത് ആരെന്നെ കഴിക്കുന്നത്, അൽഗർണോൺ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജാക്ക് കഴിക്കുന്നത് ബ്രെഡും ബട്ടറുമാണ്. ഗ്വെൻഡോളൻ അതാണ് ഇഷ്ടം, അതുകൊണ്ട് അത് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അൽഗർണോൺ. അപ്പോൾ ജാക്ക് അത് കഴിച്ചുകൊണ്ടിരിക്കണം. Algernon says that Jack or Ernest acts as he has already married Gwendolen and it is not going to happen. എന്തായാലും കല്യാണം കഴിച്ചതൊന്നും കരുതിയിരിക്കേണ്ട, അങ്ങനത്തെ രീതിയിലൊന്നും കരുതണ്ട എന്ന് പറയുന്നത്. കാരണം ബിക്കോസ് ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഗിവ് ഹിസ് കോൺസെൻറ്റ്, സമ്മതം കൊടുക്കാൻ പോകുന്നില്ല, അൽഗർണൻ കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അതിന് കാരണമുണ്ട്. ഓക്കെ, ഹി ക്വസ്റ്റ്യൻസ് ജാക്ക് അബൌട്ട് സിസിലി ആൻഡ് ഹി ഷോസ് ദാറ്റ് particular thing, that is cigarette case with inscription from little Cicely with her fondest love to her dear uncle Jack. അത് കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താണ്, ഇതാരാന്ന് പറയാതെ ഞാൻ സമ്മതിക്കില്ല, ഗ്വെൻഡോളിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് ആര്, അൽഗർണൻ. അപ്പം ആദ്യം പിന്നെ ജാക്ക് പറയുന്നത് ആക്ച്വലി അതെൻ്റെ ആണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അറ്റ് ഫസ്റ്റ് ഹി സേസ് ഷീ ഈസ് ഹിസ് ആണ്ട്. ദെൻ ഇത് ശരിക്കും ഇങ്ങനെ ആണോ, ലിറ്റിൽ സിസിലി വിത്ത് ഹെർ ഫോണ്ടസ്റ്റ് ലവ് ടു ഹെർ ഡിയർ അങ്കിൾ ജാക്ക് എന്ന് പറയുമ്പം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലാണ് പിന്നീട് അൽഗർണോൺ കാണിക്കുന്നത്. ജാക്ക് റിവീൽസ് ഹിസ് റിയൽ നെയിം ഈസ് നോട്ട് ഏർണസ്റ്റ് ബട്ട് ജാക്ക്. ഓക്കെ, ആൻഡ് സിസിലി കാർഡ്യൂ ആരാണ്, ഹിസ് വാർഡ്. മിസ്റ്റർ തോമസ് കാർഡ്യൂ ഹു അഡോപ്റ്റഡ് ജാക്ക് മെയ്ഡ് ഹിം ഹെർ ഗാർഡിയൻ ബൈ വിൽ ആൻഡ് സിസിലി ഈസ് എ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മിസ്റ്റർ തോമസ് കാർഡ്യൂ. അപ്പോൾ ഇതാണ് സിസിലി കാർഡ്യൂ. ഇതൊന്നും അറിയിക്കാൻ ആർക്കും ഇഷ്ടമല്ല, ജാക്കിന് ഇഷ്ടമില്ല. കാരണം ജാക്കിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി അവിടെ കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ജാക്ക് ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഷോ ഓൾ ഹിസ് വെയറബോട്ട്സ് ബട്ട് വെൻ ഹി വാസ് കോട്ട് റെഡ് ഹാൻഡഡ് ഹി ഹാസ് നോ അതർ ഓപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് സിസിലി കാർഡ്യൂ വരാമെന്ന് പറയേണ്ടി വരികയാണ്. അത് അൽഗർണന് പ്രത്യേക താല്പര്യം സിസിലിയോട് അപ്പോൾ തന്നെ ഉണ്ട് താനും. ദെൻ അൽഗർണൻ സേസ് ഓഫ് ബൺ ബറീസ്, ദാറ്റ് ഈസ് double identity to escape from social obligations.
reveals fake visits to his fake friend Bunbury, who has extreme health issues, who forever is in death bed. അപ്പോൾ അൽഗർണോണും അത്ര മോശമൊന്നുമില്ല. ഇങ്ങനെ ജാക്ക് ഇത് പറയുന്നതോട് കൂടി അൽഗർണൻ പറയാം അപ്പോൾ ബൺബറീസം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബൺബറീസ് തന്നെയാണ് ഇല്ലേ എന്ന് പറയണം. അപ്പോൾ ഇത് ജാക്ക് എന്താ അതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ ഡബിൾ ഐഡൻറ്റിറ്റി കളിക്കാണ്ട് ഈ സോഷ്യൽ സെറ്റിങ്സിൽ എല്ലായിടത്തും നല്ല മര്യാദക്കാരായിട്ട് നമ്മൾ പെരുമാറണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടി പോയി എൻജോയ് ചെയ്യുക, ഒഴിഞ്ഞു പോയി എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡബിൾ ഇത് ഇല്ലാതെ പറ്റില്ല. എൻ്റെ രീതിയിൽ ഞാൻ ബൺബറിയെ കാണാൻ പോവാറാണ് എപ്പോഴും. ബൺബറിക്ക് വയ്യ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവാറാണ് പതിവ്. ദാറ്റ് ഈസ് ബൺബറിയിസ്റ്റ്. ഓക്കെ, ബൺബറി ഈസം എന്ന് പറയുന്ന ആ സംഭവം, അതിൻ്റെ ഉപജ്ഞാതാവ് അൽഗർണാനാണ്. ഓക്കെ, ദെൻ Lady Bracknell and Gwendolen arrives. Then there is a conversation between Lady Bracknell and Algernon. And then cucumber sandwich എവിടെയെന്ന് ചോദിക്കുമ്പോൾ cucumber sandwiches has already finished because he had everything. But Lane പെട്ടെന്ന് ലെയിന് എന്ത് ചെയ്തു, ലെയിൻ ഒരു സ്റ്റോറി ഉണ്ടാക്കി, that is there is no cucumber available in the market, thus saving his master from the trouble. Okay, അങ്ങനെ ലെയിന് അവിടെ രക്ഷപ്പെടുത്തി, അൽഗർണനെ രക്ഷപ്പെടുത്തി. ലേഡി ബ്രാക്നെൽ ഇൻവൈറ്റ്സ് അൽഗർണൻ ഫോർ എ പാർട്ടി ദാറ്റ് നൈറ്റ്. He says he has to visit Bunbury as his health is declining badly.